ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നല്ലൊരു അവസരം തന്നിരിക്കുകയാണ്. ഈ ഗ്ലോറിഫയർ മിനിസ്ട്രിയിലൂടെ പരിശുദ്ധാത്മാവിന്റെ തീയാകുന്ന അഭിഷേകം പ്രാപിക്കാൻ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കതിനായ കർത്താവിന് നന്ദി പറയാം. Praise the Lord, dear brothers and sisters. We are really blessed today that we have got one more opportunity to receive the anointing of the Holy Spirit and to be immersed in the anointing of the Holy Spirit. Let us join together, praise and thank the Lord for this great opportunity. നമുക്ക് ആമുഖമായി 2 തെസ്സലോനിക്ക 1 അതിന്റെ 11-ാം തിരുവചനം ഒന്ന് വായിച്ചു കേൾക്കാം. ഡോക്ടർ ഡയാന ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്. Praise the Lord. ഡോക്ടർ ഡയാന ഒന്ന് വായിക്കാവോ? അല്ലെങ്കിൽ ഡോക്ടർ നെൽസൺ ബ്രദർ ഇംഗ്ലീഷിൽ വായിച്ചു തുടങ്ങി. 2 തെസ്സലോനിക്ക 1:11. 1:11. നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി പരിഗണിക്കുന്നതിനും നിങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും വിശ്വാസത്തിന്റെ പ്രവൃത്തികളും തന്റെ ശക്തിയാൽ പൂർത്തിയാക്കുന്നതിനുമായി ഞങ്ങൾ സദാ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Amen. A reading from the letter of St. Paul, the second letter of St. Paul to the Thessalonians, chapter 1, verse 11. To this end, we always pray for you, that our God may make you worthy of his calling, and may fulfill every resolve for good and every work of faith by his power. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ വിളിക്ക് യോഗ്യരായി പരിഗണിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ മാത്രമാണ് അത് സാധ്യമാവുക. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. In order to be chosen, to be anointed, to be filled with the grace of God and to be filled with his ministry, we need to always receive the power and the strength of the Holy Spirit. So we need to constantly focus and concentrate and be reflecting on the power from the Holy Spirit. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പരിശുദ്ധാത്മ ശക്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. So we read in the letter of St. Paul to the Colossians, chapter 1, verse 9, how we pray for this strength from the Holy Spirit. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇംഗ്ലീഷ് Colossians chapter 1, verse 9. And so, from the day we heard, we have not ceased to pray for you, asking that you may be filled with the knowledge of his will in all spiritual wisdom and understanding. നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി പൂർണ്ണരാകാൻ അപ്പോസ്തലൻ എന്ന നിലയിൽ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുകയാണ്. So that we may be filled in the fullness of his knowledge and also in the fullness of his will, we need to have that grace that we receive from the Holy Spirit. That is the urge given by St. Paul. ആത്മീയ അറിവ് ബുദ്ധി കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല. ഇത് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. The spiritual wisdom cannot be received by the worldly learning and worldly knowledge. It can only come through the anointing of the Holy Spirit. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. And that is the reason why we have to be in constant communion with the Holy Spirit. അതാണ് എഫേസ്യോസ് 4:13 പറയുന്നത്: നിങ്ങൾ ആത്മാവിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ ജാഗരൂകരായിരിക്കുവിൻ. In Ephesians chapter 4, verse 13, we read, until we all attain to the unity of the faith and of the knowledge of the Son of God, to mature manhood, to measure of the stature of the fullness of Christ. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഐക്യം എപ്പോഴും നമ്മൾ നിലനിർത്തണം. രാത്രിയിലും പകലിലും എല്ലാ സമയത്തും
ആത്മാവിലുള്ള നമ്മുടെ ഐക്യം, ബന്ധം നിലനിർത്തണം. We have to be in constant communion with the Holy Spirit night and day so that we may be steadfast in that faith that the Lord is giving us. ആത്മാവിന്റെ ഐക്യമില്ലാത്ത ഒരു ജീവിത മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ ഒരു ദിവസം നമുക്കുണ്ടാകും. We should not have even one day or 1 hour in which we do not have the communion of the Holy Spirit. കാരണം ആത്മാവ് നമ്മുടെ മേൽ ചലിച്ച് നമ്മളെ ശക്തിപ്പെടുത്തുന്ന അവസരങ്ങൾ നമ്മൾ അറിയുമ്പോൾ അത് നമുക്ക് വളർച്ച ഉണ്ടാകുവാൻ തുടങ്ങും. We have to be conscious, we have to be aware of the indwelling of the Holy Spirit, how the Holy Spirit is working and moving in us. And when we are aware of that, we will be more and more strengthened in the anointing that the Holy Spirit gives. ഹല്ലേലൂയ. Hallelujah. എല്ലാ സമയവും ആത്മാവിന്റെ മൂവ്മെന്റ്സുകൾ, ആത്മാവിന്റെ ചലനങ്ങൾ നമ്മൾ അറിയുന്നത് നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അത് വിജയത്തെ കൊണ്ടുവരും. Being aware of the movement of the Holy Spirit, the move of the Holy Spirit will bring us success in our life on earth, in our life in the ministry, and in the life in faith. ഹല്ലേലൂയ. നമ്മുടെ Hallelujah. ശുശ്രൂഷ ജീവിതം വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആത്മാവിന്റെ ചലനങ്ങൾ നമ്മൾ അപ്പോൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. If we have to go forward with victory in our ministry, we need to constantly be aware of the move of the Holy Spirit in our lives. ഇല്ല എങ്കിൽ സാത്താൻ നമ്മുടെ ശുശ്രൂഷകളെ അപഹരിക്കാൻ സാധ്യതയുണ്ട്, നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്, നമ്മൾ ചിലപ്പോൾ ബലഹീനരാകാനും സാധ്യതയുണ്ടാകാം. If we are not aware of the move of the Holy Spirit in our life, there is a chance that Satan will take away the ministry from us. We will be slipping down in our ministry, and we may also be becoming weak in our spiritual life. അപ്പോസ്തലൻ അതുകൊണ്ട് നിർബന്ധപൂർവ്വം പറയുകയാണ്, നിങ്ങൾ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. That is the reason why the apostle is telling us firmly that we have to have that determination and the confidence to be in communion with the Holy Spirit. അദ്ദേഹം അങ്ങനെ എഫെസോസിലുള്ള വിശുദ്ധരോട് അങ്ങനെ പറയാൻ കാരണം പലരും ശുശ്രൂഷയിൽ വീണു പോയിട്ടുണ്ട്, വിശ്വാസത്തിൽ വീണു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആത്മാവിന്റെ ഐക്യം എപ്പോഴും നിലനിർത്തണമെന്ന്. So the apostle has asked the people in Ephesus and also asking us that we have to be steadfast in our communion with the Spirit, because the reason is that in Ephesus there were so many people who fell away from their ministry, who fell away in their spiritual life. ഞാനിപ്പോൾ ഈ സർവീസ് ചെയ്യുമ്പോൾ ഞാൻ ആത്മാവിന്റെ ഐക്യം നിലനിർത്തിക്കൊണ്ടാണ് ആത്മാവിൽ ഇത് ചെയ്യുന്നത്. When I'm doing this ministry, I'm aware of the steadfastness, the steadfast communion of the Holy Spirit. I have received that, and I am doing this ministry through that power. ഇവിടെ എന്റെ ശബ്ദം പുറത്തു വരുന്നു, എന്റെ രൂപം നിങ്ങൾ കാണുന്നു എങ്കിലും എന്നിൽ ചലിക്കുന്ന ആത്മാവാണ് എന്നെ കൊണ്ട് നിങ്ങളോട് ഈ ശുശ്രൂഷയ്ക്കായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. You are seeing me, you're listening to my voice, but it is the move of the Spirit who is speaking through me. ഇവിടെ ഞാനും പരിശുദ്ധാത്മാവും കൂടെയാണ് ഈ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. It is I and the Holy Spirit who is involved in this ministry. ഹല്ലേലൂയ. Hallelujah. ദൈവരാജ്യ സംബന്ധമായ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവും നമ്മളും കൂടിയാണ് ചെയ്യുന്നത്. All the ministries of the kingdom of God are done in communion with the Holy Spirit. അതുകൊണ്ടാണ് നമ്മളെ കൂടാതെ പരിശുദ്ധാത്മാവും ചെയ്യുന്നില്ല, പരിശുദ്ധാത്മാവില്ലാതെ നമുക്കും ഒന്നും ചെയ്യാനില്ല ദൈവരാജ്യ സംബന്ധമായ ഭൂമിയിലെ ശുശ്രൂഷകൾ. That is the reason why the Holy Spirit will not be doing anything without moving through us. In the same way, we too cannot do anything without the power of the Holy Spirit. Hallelujah. 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 അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ തെസ്സലോനിക്കക്കാർക്ക് ലേഖനം 5 1 തെസ്സലോനിക്ക 5:19-20 ആ വചനത്തില് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ
പരിശുദ്ധാത്മാവിന്റെ ആ വീര്യത്തിലാണ് നമ്മൾ ശുശ്രൂഷിക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്. So we read in the first letter of St. Paul to the Thessalonians, chapter 5, verses 19 and 20. Chapter 5, verses 19 and 20. Do not quench the spirit. Do not despise the prophecies. Praise the Lord. So the Hallelujah. prophet, the apostle is asking us not to quench the Holy Spirit. ആത്മാവിനെ പ്രവർത്തിക്കാൻ നിങ്ങൾ അവസരം അനുവദിക്കുക. You need to permit the Holy Spirit, the power of the Holy Spirit to work in you. ആത്മാവിന് നമ്മൾ അവസരം കൊടുക്കുമ്പോൾ ആണ് വാസ്തവത്തിൽ ദൈവ ശുശ്രൂഷ നമ്മൾ ചെയ്യേണ്ടത്. Only when we allow the Holy Spirit to work in us, we should be able to do the ministry of God. ഈ ബൈബിളിലെ അറിവ് കൊണ്ട് ബുദ്ധിപരമായി നമുക്ക് വേണമെങ്കിൽ പ്രസംഗിക്കാം, ശുശ്രൂഷകളൊക്കെ ചില മണിക്കൂറുകൾ, ചില ദിവസങ്ങൾ ചെയ്യുവാൻ കഴിയും നമ്മുടെ അറിവുകൊണ്ട്. It is possible that we can try to understand the word of God and preach the word of God with just our human wisdom and knowledge. For a few hours, we are able to speak about the word of God. അങ്ങനെ നമ്മൾ ചെയ്താൽ ദൈവത്തിന്റെ പ്രവൃത്തി ആ സമൂഹ മധ്യേ വെളിപ്പെടുകയില്ല. If we do in such a way with just the human knowledge, the manifestation of the power of God will not work in the people. എല്ലാ ദൈവ ശുശ്രൂഷകളും ദൈവ ശുശ്രൂഷകരുമായിട്ടുള്ള ഉടമ്പടിയെ ബേസ് ചെയ്താണ് അത് പ്രകടമായി വരുന്നത്. All the ministries and all the ministries that being done by the ministers of God is done by the covenant that they share with the Lord. ഓരോ ശുശ്രൂഷകരെയും ഓരോന്നിനു വേണ്ടി ദൈവം നിയോഗിക്കുകയാണ്. എന്റെ ശുശ്രൂഷ മാത്രമാണ് എന്നെ സംബന്ധിച്ച് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ, വേറൊരാളുടെ ശുശ്രൂഷ ഞാൻ ചെയ്യാൻ പാടില്ല. ഞാനും ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ എനിക്കുള്ള ശുശ്രൂഷ എന്റെ മുമ്പിൽ വെളിപ്പെടും. Each minister of God is called for a special purpose, and the Lord has purposed and willed each person with a particular ministry. I am able to do the ministry that the Lord has called me. I am not able to do the ministry which the Lord has called someone else to do. ഓരോരുത്തർക്കും അതാത് ശുശ്രൂഷ, അതാത് മിനിസ്ട്രി ദൈവത്തിന്റെ ആത്മാവ് ഈ ഭൂമിയിൽ ഉടമ്പടി പ്രകാരം നിയോഗിച്ചു വെച്ചിരിക്കുകയാണ്. Through the covenant, the Spirit of God has set apart each person with a special ministry. നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ഇത് എന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണോ, ഇത് എനിക്കുള്ളതാണോ എന്ന് എപ്പോഴും നമ്മൾ ആത്മാവിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. We have to discern in the Spirit whether the ministry that we are doing is the one that the Spirit of God has willed for me. എന്നെ ഏൽപ്പിച്ച എന്റെ ശുശ്രൂഷയാണ് ഞാൻ നിർവഹിക്കുന്നതെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് പ്രതിഫലമുണ്ടാകും, ഇവിടെ വെച്ചും സ്വർഗത്തിലും. If I am able to discern that this ministry is the one that the Lord has willed for me, then I will be able to bear fruit for this ministry on this earth and in the eternal life. ഈ ശുശ്രൂഷയെയോ ഈ ശുശ്രൂഷയുടെ സമയത്തുള്ള പ്രവൃത്തികളെയോ സാത്താൻ മോഷ്ടിക്കുകയില്ല, അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഏരിയയിൽ സാത്താന് എൻട്രി ഉണ്ടാവുകയില്ല. In this particular area, once we able to discern that this is a ministry that is willed and purposed by the Lord, Satan will not be able to come near the workings of this ministry, the works that is. ഈ ശുശ്രൂഷയുടെ നടുവിൽ, ഈ ശുശ്രൂഷയ്ക്ക് ചുറ്റുമായി കർത്താവ് ഒരു കവനന്റ് ഒരുക്കിക്കൊണ്ടിരിക്കും. ഹലോ, Yes. ഹല്ലേലൂയ. Hallelujah. നമ്മൾ കർത്താവിന്റെ ആത്മാവിന്റെ നിയോഗത്തിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ ഈ ശുശ്രൂഷ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ നിന്നാണ് സാധ്യമാകുന്നത്. If we are carrying out the ministry that the Lord has given to us by the purpose and the will of God, we are continuing that with the covenant that the Lord has established with us.
അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയ്ക്ക് ചുറ്റും കർത്താവിന്റെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ പരിശുദ്ധാത്മാവിനാൽ സാധ്യമായിക്കൊണ്ടിരിക്കും. Only then there will be a very special protection around this ministry that is willed by the Holy Spirit. ഈ സംരക്ഷണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ സഹായിക്കാൻ ഈ ഭൂമിയിലേക്ക് ദൈവ ശുശ്രൂഷയെ സഹായിക്കുന്ന ദൂതന്മാർ അകമ്പടി സേവിക്കാൻ ഇറങ്ങി വരിക പതിവാണ്. When the Holy Spirit intervenes to protect and then move through the ministry, the angels of God are coming down to provide their services for this ministry. ഈ സർവീസ് ഏതൊക്കെ രാജ്യത്തിൽ എത്ര ദൂരം പോകുന്നുവോ ആ ഏരിയകളിലെല്ലാം കർത്താവിന്റെ ദൂതന്മാരുടെ സംരക്ഷണത്തിന് നടുവിലൂടെയാണ് ഈ ശുശ്രൂഷ പോയിക്കൊണ്ടേയിരിക്കുക. Wherever this ministry reaches, to the far ends of the earth, to that reach, the protection of the Holy Spirit will be there for this ministry. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്നെ ഏൽപ്പിക്കുന്നതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. And that is the reason why we have to constantly be aware, constantly discern whether we are doing the call and the will that the Lord has given for us. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. The ministry that we are doing is the work of God, and therefore we have to do it according to the desire of God. അതുകൊണ്ട് തന്നെ ആത്മാവ് ഓരോ സമയത്തും നമ്മളെ എങ്ങോട്ട് നയിക്കുന്നു ആ ദിശ നോക്കി നമ്മൾ സഞ്ചരിക്കാൻ നിർബന്ധിതരാണ്. So we are conditioned to move in the direction that the Holy Spirit is leading us. ഇത് അപ്പോസ്തലന്മാരുടെ സഭയിൽ, അന്ത്യോക്യൻ സഭയിൽ പരിശുദ്ധാത്മാവ് ചെയ്ത പല കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 1 മുതൽ ഒരു 3 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ ആദ്യം വായിക്കുന്നു. വായിച്ചോ ഡയന. യെസ്. അപ്പോസ്തല പ്രവർത്തനം 13:1 മുതലുള്ള തിരുവചനങ്ങൾ. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. വായിച്ചേ ബ്രദർ ഡോക്ടർ. Acts of the Apostles, chapter 13, verse 1 onwards. Now there were in the church at Antioch prophets and teachers. ഒരു സഭയിൽ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ നിയോഗിക്കപ്പെടുന്ന പലവിധ ശുശ്രൂഷകളും നിർബന്ധമായി ഉണ്ടായിരിക്കണം. It is mandatory that in a church to carry out the ministry of God, there are different types of ministers who have been purposed by the Holy Spirit of God. Hallelujah. Hallelujah. അന്ത്യോക്യ സഭയിൽ അപ്പോസ്തലന്മാർ മാത്രം പോരാ, അവിടെ പ്രവാചകന്മാരും വേണം. So that is the reason why in the church of Antioch, it was not enough that only the apostles were there. There were prophets and also teachers. അവിടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും മാത്രം പോരാ, പ്രബോധകന്മാരും വേണം. So it is not enough that there were only apostles and prophets, but they needed teachers also. ഇവര് 3 പേരും സഭയുടെ ശ്രേഷ്ഠ ശുശ്രൂഷകരായിട്ടാണ് അവര് കാണുന്നത്. ആരും ഒരാളേക്കാൾ ചെറുതോ ഒരാളേക്കാൾ വലുതോ അല്ല. അവർ ഒരുമിച്ച് ഒരേ തലത്തിലാണ് കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. Each person was called with a special purpose, but each one considered each other as one who was very specially called by the Lord. No one was lesser than the other, and all were working together for the ministry of the Lord. വാസ്തവത്തിൽ ഒരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രവാചകനും കൂടിയാണ്. അപ്പോസ്തലൻ എപ്പോഴും തന്നെ പ്രവചനങ്ങൾ വെളിപ്പെടുന്നവനാണ്. പ്രവാചക ശുശ്രൂഷയും പ്രവാചക അഭിഷേകം ഒക്കെ അവനിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവൻ പ്രവചിക്കും. എന്നിരുന്നാലും അവനോട് കൂടെ ദൈവം പ്രവാചകന്മാരെ നിയോഗിക്കുകയാണ്.
An apostle is a person who's already blessed with the ministry of prophecy, but still the Lord has called persons who are specially called to prophecy. ഒരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ നന്നായിട്ട് പ്രബോധിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ വേറൊരു പ്രബോധകന്റെ ആവശ്യമില്ലല്ലോ എന്നൊന്നും ദൈവത്തിന്റെ സന്നിധിയിലില്ല. അപ്പോസ്തലൻ പ്രബോധകനാണെങ്കിലും പ്രബോധനത്തിൽ മാത്രം ശ്രദ്ധ വെക്കേണ്ട ചില ശുശ്രൂഷകരെ ദൈവം അവനോട് കൂടെ ഈ ഭൂമിയിൽ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. An apostle is a person who also has the gift of teaching, but then for the growth of the church, the Lord has purposed special persons with the gift of teaching. ഈ അപ്പോസ്തലൻ വേണമെങ്കിൽ പറയാം, നീ ചെറിയ ശുശ്രൂഷകനാണ്, നിനക്ക് എൻ്റെ അത്രയും ഒരു പൊസിഷൻ ഇല്ല, ഞാനാണ് സെലക്റ്റീവ് ആയിട്ടുള്ള വെറൈറ്റീവ് ആയിട്ടുള്ള ആള് എന്നൊക്കെ വേണം ചിന്തിക്കാം. പക്ഷെ അവര് മൂന്നുപേരും ആ മൂന്ന് ശുശ്രൂഷ നിലയിൽ നിൽക്കുന്നവരും ആ മൂന്ന് ശുശ്രൂഷ പദവിയിൽ ദൈവം നിർത്തിയവരും ആത്മാവിൽ ഐക്യത്തിൽ ഒന്നായി നിൽക്കുകയാണ് അവർ. An apostle can say to the others that you are someone who doesn't have all the gifts. You are just a teacher or you're just a prophet, but they did not do so. They considered each one to have a special purpose that the Lord had given, and they worked with union with each other for the service of the Lord. ഞാൻ ഈ ശുശ്രൂഷയുടെ ലീഡർ ആണെന്നോ, ഞാൻ ഈ മിനിസ്ട്രിയുടെ ഡയറക്ടർ ആണെന്നോ, നീ എൻ്റെ കീഴിലാണെന്നോ, നീ ചെറിയ ശുശ്രൂഷകനാണെന്നോ, അങ്ങനെ ഒന്നും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. Amidst them, there was no disparity between positions. An apostle was not telling the others, you are a small minister, you're a person who's just called to preach, you're a person who's just called to prophesy. I am the leader, I am the director. There was no disparity in position. They were all equal in the eyes of God. ഹല്ലേലൂയ. Hallelujah. അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നതിലുള്ള മാത്സര്യം ഉണ്ടായിരുന്നില്ല. So there was no kind of a disparity. There was no kind of a comparison. ഹല്ലേലൂയ. That they were called to do. Hallelujah. ഞാൻ നന്നായിട്ട് Hallelujah. പ്രവചിക്കുന്ന ആളാണെന്ന് പ്രവാചകനോ, ഞാൻ നന്നായിട്ട് പ്രബോധിപ്പിക്കുന്ന ആളാണെന്ന് പ്രബോധകനോ എന്ന വിധത്തിൽ അവർ തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നില്ല. So they were not having any kind of a comparison or competition among them, saying that I'm a person who is prophesying better than the others, I'm a person who is preaching better than the others. That kind of a comparison and competition was not there between them. ഹല്ലേലൂയ. Hallelujah. അവരെ ശുശ്രൂഷയിൽ ബഹുമുഖ പലവിധ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു, ദൈവത്താൽ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ബ്രദറിന് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ, അവരെ ഒരുമിച്ചാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. പക്ഷെ ശുശ്രൂഷയിൽ വ്യത്യസ്തകൾ ദൈവം ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രമേ അവർ തമ്മിലൊരു വ്യത്യാസമുള്ളൂ. They were all called together in union by the Lord, but each one was given a special and a different ministry amidst them. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒരാള് അപ്പോസ്തലനായിരുന്നാലും, മറ്റൊരാൾ പ്രവാചകനായിരുന്നാലും, വേറൊരാൾ പ്രബോധകനായിരുന്നാലും അവരുടെ ഉള്ളിൽ ദാഹം ദൈവരാജ്യം വേഗത്തിൽ ലോകമെങ്ങും എത്തുക എന്നുള്ളതായിരുന്നു. Even though one was an apostle and another was a prophet and another was a preacher, all of them had that same thirst and the desire that the kingdom of God should spread rapidly. ഒരാൾ കൂടുതൽ അധ്വാനിച്ചെന്നോ അതുകൊണ്ട് ഒരാൾക്ക് കൂടുതൽ മേന്മയുണ്ടെന്നോ അവരുടെ ഇടയിൽ ആരുടെ ഇടയിലും ഉണ്ടായിരുന്നില്ല. So it was not that one person had a greater thirst or a greater desire, so he was better than the other. That kind of a difference was not there amidst them. ഒരു മാത്സര്യ ചിന്താഗതി ഏത് മിനിസ്ട്രിയിൽ എവിടെ ഉണ്ടാകുന്നോ അത് സ്ലോവിലി ചിതറിക്കപ്പെട്ടു പോവുകയും അഭിഷേകം ചോർന്നു പോകുവാനും ഇടയായിത്തീരും. If a ministry has developed a competitive spirit amidst the ministers, that ministry will slowly be declining and the anointing in that ministry will slowly decline. ഒരു ശുശ്രൂഷകന് വിളി ലഭിച്ചതിന്റെ പേരിൽ മറ്റൊരാളെ ശുശ്രൂഷ മേഖലയിൽ നിന്ന്
എന്റെ സ്വാതന്ത്ര്യം കൊണ്ടോ എന്റെ ശുശ്രൂഷ കൊണ്ടോ തള്ളപ്പെട്ട് കൂടാ എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. The Lord has given us this command that a person who is called for a particular ministry should not put down or should not humiliate or should not push away another person or his ministry by his own action or through his own ministry. സ്വർഗത്തെ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കേട്ടുകൊണ്ടും സ്വർഗത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്ത വ്യക്തിക്ക് ഈ വിധത്തിൽ സ്വഭാവം പ്രകടമാക്കാൻ കഴിയില്ല. അവൻ കർത്താവിന്റെ മുഖത്ത് നോക്കിയാണ് ഇന്ന് ശുശ്രൂഷിക്കുന്നത്. The one who is looking up to heaven, the one who is working in the grace of heaven, will not be doing any such activity by putting down others. ഹല്ലേലൂയ. Hallelujah. അവൻ എപ്പോൾ ശ്രദ്ധിക്കുന്നത് അവനെ വിളിച്ച കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതിലായിരിക്കും അവന്റെ ശ്രദ്ധ. The person who is called by God will always have that desire in him that he should always be reflecting, glorifying Christ through his life and through his ministry. ഹല്ലേലൂയ. Hallelujah. ചില ശുശ്രൂഷകർക്ക് കണങ്കാലോളമേ അഭിഷേകം ഉണ്ടായിരിക്കുള്ളൂ. Certain ministers will have anointing up to the ankle. എന്നാൽ അധികം അഭിഷേകമുള്ളവൻ ആ വ്യക്തിയെയും തന്നേക്കാൾ വലിയവനായി കാണണമെന്നാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. But the Holy Spirit desires that the minister who's got a greater anointing should also look at this minister who's only having ankle deep anointing as a person who's greatly anointed. അഭിഷേകമുള്ള വ്യക്തിയെ മാനിക്കുക എന്ന് പറഞ്ഞാൽ അഭിഷേകത്തെ മാനിക്കുക എന്നാണ് അർത്ഥം. So when the Holy Spirit is asking us that you have to respect and honor the one who is anointed, that means we have to honor the anointing. അഭിഷേകത്തെ മാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തെ മാനിക്കുന്നു എന്നത് തന്നെയാണ്. So when we are honoring the anointing, that means we are honoring God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ആരുടെ യോഗ്യത കൊണ്ടല്ല ദൈവം നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ മനസ്സിൽ നമ്മളോടൊരു ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് ദൈവം നമ്മളെ ദൈവരാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. The Lord has not chosen us because of our merits, but then the Lord's love and desire for us is that which made him choose us. എന്റെ വീട്ടിൽ ഏറ്റവും നല്ലവരാണ് എൻ്റെ സഹോദരന്മാർ. പക്ഷെ ദൈവം അവരെ തിരഞ്ഞെടുത്തില്ല, മോശമായി എന്നെ ദൈവം തിരഞ്ഞെടുത്തു. In my family, all my brothers are the ones who are leading a very perfect life, but the Lord has chosen me who is very imperfect. എൻ്റെ പട്ടണത്തിൽ, എൻ്റെ നാട്ടിൽ എന്നേക്കാളും എല്ലാവരും നല്ലവരാണ്, ഞാനാണ് ഏറ്റവും മോശമായിരുന്നത്. ദൈവം എന്നെ തിരഞ്ഞെടുത്തു. In my own town, there are so many people who are more perfect than me, and I'm the one who is the most imperfect, but I'm the one the Lord has chosen. എൻ്റെ ഇടവകയിൽ എല്ലാവരും നല്ലവരാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല ഇതൊന്നും. എല്ലാവരും നല്ലവരാണ്, പക്ഷെ ദൈവം എന്നെ മാത്രം ഈ മേഖലയ്ക്കായി ഈ തലത്തിൽ തിരഞ്ഞെടുത്തു. In my parish, everyone is a righteous person. I'm not saying this just for this particular meeting, but I'm saying it with the truth that they're all righteous, but the Lord has chosen me. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവിടെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ പറയാണ്, ബർന്നബാസ്, നീഗീർ എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോൻ, കുറേനക്കാരൻ ലൂസിയോസ്, സമാന്തര രാജാവായ ഹെറോദോസിനോടുകൂടെ വളർന്ന മനായെ, സാവൂൾ എന്നിവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു. Now there were in the church at Antioch prophets and teachers, Barnabas, Simeon, who was called Niger, Lucius of Cyrene, Manaen, a lifelong friend of Herod the Tetrarch, and Saul. While they were worshipping the Lord and fasting, the Holy Spirit said, "Set apart for me Barnabas and Saul for the work to which I have called them." Then after fasting and praying, അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവര് മാത്രമല്ല,
ഒത്തിരി ആളുകൾ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും ഭയങ്കര തീഷ്ണതയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് ഇവരെ മാത്രം, പരിശുദ്ധാത്മ ഇവരെ മാത്രം സെലക്ട് ചെയ്ത് ഒരു അസാധാരണ നിലയിലുള്ള ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. സൂപ്പർ നാച്ചുറൽ കോൾ നൽകി നിയോഗിച്ചു. So there were so many persons who were there, who were more in that particular ministry, who had greater fervor for the kingdom of God. But the Lord chose just these two people, Saul and Barnabas, for an extraordinary purpose, for an extraordinary ministry. ഹല്ലേലൂയ. Hallelujah. ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗമാണ്. ഇത് ആരും അസൂയോട് നോക്കിയത് കൊണ്ടോ അതിശയത്തോട് നോക്കിയത് കൊണ്ടോ കാര്യമില്ല. ഇറ്റ്സ് എ കോൾ. It is a very special call of the Holy Spirit, which is only in the mind and the intention of the Holy Spirit. So it is not because of our own merit, it is not because of our own desire and awe. ന്യായമായും അവിടെയുള്ള അന്ത്യോക്യയിലുള്ള മറ്റ് വിശ്വാസികൾക്കും ശുശ്രൂഷകർക്കും പരാതി പറയാനൊരു സാധ്യതയുണ്ട്. ഇവരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നുള്ളൂ, ഞങ്ങളൊക്കെ ഇത്രമാത്രം കഷ്ടപ്പെട്ടതല്ലേ, ഞങ്ങൾക്ക് എന്നെ വിലയില്ലേ, ഞങ്ങൾക്കൊരു ശുശ്രൂഷ പദവിയില്ലേ, ഞങ്ങൾക്ക് നല്ല കൃപാവരങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പരാതിപ്പെടാമായിരുന്നു. The people in Antioch could have complained that there are so many of us over here. Is it only possible that the ministry can be carried out only by these people? They could have complained. They could have felt hurt about it. Yes, brother. ഈ പത്രോസ് അപ്പോസ്തലനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത് വാസ്തവത്തില് പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആണ്. ഈ അന്ത്രയോസും നിൽക്കുന്ന സമയത്താണ് പത്രോസ് നീ പാറയാകുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ അന്ത്രയോസിന് വേണേ ന്യായമായി പറയാമായിരുന്നു, അല്ല പാറ ഞാൻ ആദ്യം വന്ന ആളെന്ന് വേണം പറയാമായിരുന്നു. ദൈവം ആരെ തിരഞ്ഞെടുക്കുന്നു, ദൈവമാണ് ഓരോരുത്തരെ നിയോഗിക്കുന്നത്. ആ നിയോഗത്തിനോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് ദൈവഹിതം. We know that it was Saint Andrew who brought Saint Peter to our Lord Jesus. And in front of Andrew, the Lord is telling, you are Peter, you are the rock, and on this rock I will build a church. So Andrew could have asked in all fairness to the Lord, Lord, I was the one who brought Saint Peter, so please make me the rock. So the Lord's purpose and calling is different for each person, and it is the will of God, and it is the desire of God, and according to which each person is called. ഹല്ലേലൂയ. Hallelujah. ഈ പത്രോസ് അപ്പോസ്തലൻ കർത്താവിനോട് ഒരു ദിവസം പറയാണ്, കർത്താവെ നീ എന്നെ വിട്ടു പൊക്കോ, നീ എന്നെ വിട്ടു പൊക്കോളാം. ഈ ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിലാണ് ഈ മത്സ്യം പിടിച്ച് ആ തോണിയില് നിറച്ചും മീൻ കിട്ടിയപ്പോൾ പത്രോസ് പറയാണ്, കർത്താവ് ഞാൻ പാപിയാണ്, നീ എന്നെ വിട്ടുപോ, നീ എന്നെ വിട്ടുപോ. ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കാനോ നമ്മൾ തമ്മിലുള്ള ആ ബന്ധം സ്ഥാപിക്കപ്പെടാനോ ഞാൻ ഒരു യോഗ്യതയില്ല, എനിക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല, നീ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവനെ പിടികൂടി മനുഷ്യരെ പിടിക്കാനായി നിർബന്ധിച്ച് തെരഞ്ഞെടുക്കുകയാണ്. So we know that Saint Peter was one who told Jesus, please go away from me. I'm a person who's very sinful, who's not worthy. When the Lord had commanded him, and then he had a great haul of fish. So Saint Peter was telling Jesus, please go away from me. I'm not worthy of you. I'm a sinful person. I do not have the qualities that you're looking for. Then the Lord caught him and made him as the fisher of men. അവരുടെ ആ തോണിന്റെ തൊട്ടടുത്ത ഒരു തോണിയില് യാക്കോബ് യോഹന്നാനൊക്കെ ഉണ്ട്. നല്ല വ്യക്തിത്വമാണ് യാക്കോബിന് യോഹന്നാനും, നിഷ്കളങ്കമായ മനസ്സ്, നല്ല ഈശോയ്ക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു യോഹന്നാനെ. ആ യോഹന്നാനെ വേണമെങ്കിൽ കർത്താവിന് ഈ സഭയുടെ ഒരു സ്ഥാപകനായി അല്ലെങ്കിൽ പാറയായിട്ട് നിയോഗിക്കാമായിരുന്നു. പക്ഷെ കർത്താവ് ഞാൻ പാപിയാണേ എന്ന് പറഞ്ഞ അവനെ ദൈവം തെരഞ്ഞെടുത്തു. So we know that in the same boat there was James and John. They were two righteous people. They're very innocent. They were guileless. And the Lord loved John very much. So in all fairness, John could have expected that Jesus could have made him as the rock, the leader of the church. But the Lord Jesus chose only Peter. Though he is a sinful man, the Lord chose Peter to be the rock and the leader of the church. Hallelujah. Hallelujah. പ്രിയമുള്ളവരെ, ഈ പാപികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉഴപ്പനായ
അല്ലെങ്കിൽ ഏറ്റവും അധികം പാപത്തിൽ അടിമപ്പെടുന്ന വ്യക്തിയെ നിങ്ങളൊന്ന് പഠിച്ചാൽ ആ വ്യക്തിക്ക് ഭയങ്കര പാപ ആസക്തിയായിരിക്കും. So when we see persons who have got, who are very leading a sinful life, they will have that great desire for sin. ആ വ്യക്തിക്ക് പാപം ചെയ്യാനുള്ള തീഷ്ണത കൂടുതലായിരിക്കും. So that person will have a greater fervor to commit sin. അതേപോലെ തന്നെ ഈ വ്യക്തിയെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് കർത്താവ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ അവന് ഭയങ്കര തീഷ്ണതയായിരിക്കും. So when the Lord chooses such a person for his ministry, for his kingdom, that person will have a greater desire and a fervor to work for the kingdom of God. കർത്താവ് 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ കർത്താവെ ഞാൻ പാപിയാണ്, നിന്റെ മുമ്പിൽ നിൽക്കാനോ നിനക്ക് എന്റെ മുമ്പിൽ നിൽക്കാനോ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ വേറൊരാളില്ലേ ഇല്ല. So among the 12 apostles who were there around Jesus, there was only one person who told Jesus, Lord, I'm not worthy that I should stand before you, or I'm not worthy that you would come before my presence, and that was Saint Peter. ഈ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തില് 2-ാം തിരുവചനത്തിന്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു. So we read in the Acts of the Apostles, chapter 13, verse 2, while they were worshipping the Lord and fasting, the Holy Spirit said, set apart for me Barnabas and Saul for the work to which I have called them. So the Lord is asking the apostles to set apart these two apostles for that particular ministry that the Lord has purposed for them. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവർ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ അവരെ സ്പെഷ്യലൈസ്ഡ് ആയി ഒരു പ്രത്യേക നിലയിലേക്ക് അവരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണ്, അതിനുവേണ്ടി മാറ്റി നിർത്താൻ. ഓൾറെഡി അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല നിലയിൽ. The apostles were already carrying on the ministry of God in a very beautiful manner. So after they were worshipping and fasting, the Lord told them that he has a special ministry, he has an extraordinary purpose, and he's asking that these two apostles be set apart for that particular ministry. ആരെ സാധാരണ നിലയിൽ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമോ, ആരെ അസാധാരണ നിലയിൽ ശുശ്രൂഷിക്കണമോ എന്നെല്ലാം പരിശുദ്ധാത്മാവാണ് തീരുമാനമെടുക്കുന്നത്. അന്നും the decision that who has to take up the ministry that is ordinary, who has to take up the ministry that is extraordinary, that decision rests with the Holy Spirit, and the Holy Spirit takes that decision in those days and also now. അവർ ഓൾറെഡി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശുശ്രൂഷ മോശമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നില്ല. പക്ഷേ ആ നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് അവരെ ഉയർത്തി ശുശ്രൂഷയ്ക്കായി ആത്മാവ് നിയോഗിക്കുകയാണ്. സന്ദർഭത്തിൽ the apostles were already carrying on the ministry of God. The Holy Spirit is not saying that he is not satisfied with the ministry. The Holy Spirit is saying that he's going to raise them up to a greater ministry from what they have been already carrying out. അത് അവർ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ ഒരിക്കലും താഴ്ന്ന ശുശ്രൂഷയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. So we all know that the ministry that the apostles were carrying out is not something that was of low in stature. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യം ഈ സാധാരണ ശുശ്രൂഷ നല്ല നിലയിൽ സമർപ്പണത്തോടെ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഒരു അസാധാരണ നിലയിലേക്ക് ഉയർത്തുന്ന ഒരു പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഇടയിൽ വസിക്കുന്നത് എന്നുള്ള കാര്യം സസന്തോഷപൂർവ്വം നമുക്ക് മനസ്സിലാക്കാം. There is something that we can receive with joy in our heart, and that is the minister who is carrying out a ministry in an ordinary manner with a great faith is one who will be raised to an extraordinary ministry. That Holy Spirit is dwelling amidst us even today. Hallelujah. Hallelujah. ഇത് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാണ് മുൻപ് അവരെ ശുശ്രൂഷിക്കാൻ നിയോഗിച്ചത്. It was the Holy Spirit who purposed the apostles for the ministry.
എന്നാൽ പുതിയതായി പരിശുദ്ധാത്മാവ് അവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. And now in a new, the Holy Spirit is setting them apart for a new ministry. Yes. ഇത് അതിന്റെ 4-ാം തിരുവചനത്തിൽ പറയാണ്, പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട് അവർ സെലൂക്യയിലേക്ക് പോവുകയും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട് അവർ ശുശ്രൂഷയ്ക്കായി പോകുവാൻ തുടങ്ങി. So we read in Acts of the Apostles chapter 13 verse 4, so being sent out by the Holy Spirit, they went down to Seleucia, and from there they sailed to Cyprus. So we see here that the Holy Spirit sent them in their ministry. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാം, പരിശുദ്ധാത്മാവിൽ അയക്കപ്പെട്ടുള്ള ശുശ്രൂഷ നമുക്ക് ചെയ്യാം. So we need to understand that we can do the ministry of the Lord. Hallelujah. We have Hallelujah. carry out the ഡോക്ടർ നെൽസൺ, അവിടെ റേഞ്ച് കുറവാണോ? കട്ടായി പോകുന്നുണ്ട്. നോ പ്രോബ്ലം. brother, yeah. പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്നതുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് നിർബന്ധത്താലുള്ള അയക്കപ്പെട്ടിട്ടുള്ള ശുശ്രൂഷയുമുണ്ട്. So there are ministries that is for the Holy Spirit, and also ministries that have been purposed by the Holy Spirit, and then we are carrying out that ministry in union with the Holy Spirit. ഈ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ പരിശുദ്ധാത്മാവിൽ ഒരളവിൽ മാത്രമാണ് അവർ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ളൂ. ഒരു മുഴുവൻ അളവിൽ അവർ പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. So the difference is that the one who is carrying out the mission of God is one who has received the Holy Spirit, and the other one is that he is completely immersed in the Spirit of God and then carrying out the ministry that the Holy Spirit has purposed for him or her. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ചോദിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്ന് ലൂക്ക 12:13 ഈശോ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അത്രയധികം ചോദിച്ച് നിറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. The reason that the Lord is asking us that we have to keep asking and receiving the Spirit of God again and again is that so that we may be filled with the Holy Spirit. We find that in Luke chapter 11 verse 12-13. Hallelujah. നമ്മൾ പ്രാപിക്കുന്ന ദൈവശക്തിയെ നമ്മൾ ആ ശക്തി പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമാണ് ഈ നിലയിലുള്ള ആത്മാവിനാൽ നയിക്കപ്പെട്ടു പോകുന്ന ഒരു ശുശ്രൂഷ പദവിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നിയോഗിച്ചാക്കി വെക്കുകയുള്ളൂ. ശക്തി നമ്മൾ അറിയണം, അതെപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ സെൻസ് ചെയ്യണം. Only when we are filled more and more with the power of God will we be able to work in communion with the Spirit. And so we have to be constantly aware of that power that the Lord is filling us with. Hallelujah. 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 പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വഹിച്ചും കൊണ്ടു നടക്കുന്ന അനുഭവം നമുക്കുണ്ടാവുകയുള്ളൂ. Only when we have the fullness of the Holy Spirit, we will be able to feel the leading of the Spirit, the infilling of the Holy Spirit, and how the Holy Spirit is leading us. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവർ ആത്മാവിൽ നിറഞ്ഞവരാണ്. പക്ഷെ എല്ലാ സമയവും അവർ വീണ്ടും വീണ്ടും ആത്മാവിൽ നിറയുന്ന ഒരു ശീലം അവരുടെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും ഉടനീളം കാണുവാൻ കഴിയും. So the apostles were persons who were filled with the Holy Spirit, and throughout their life we are able to see how they were filled with the Holy Spirit more and more, and how the Holy Spirit was leading them. Hallelujah. Hallelujah. നമ്മളിൽ കിടക്കുന്ന ദൈവശക്തിയുടെ വ്യത്യസ്തത, ആ ഒരു
വെറൈറ്റി സെക്ഷൻ നമ്മൾ കണ്ടെത്തുവാൻ തുടങ്ങിയാൽ നമ്മുടെ ശുശ്രൂഷ പദവി ഉയർന്നതായിരിക്കും. So when we are able to see the speciality and the differences, the diversity of the graces that the Holy Spirit is giving in the ministry, we will be able to grow more and more in the call of God. എല്ലാ സമയത്തും പരിശുദ്ധാത്മാവിൽ ഞാൻ എന്തറിയുന്നു, എന്ത് പരിചയപ്പെടുന്നു, അതാണ് എനിക്കുള്ള ഈ ഭൂമിയിലെ ശുശ്രൂഷ. The ministry that the Lord has given for me on this earth is that I have to constantly be aware and discern what is the Holy Spirit leading me, and how the Holy Spirit is leading me, and how the Holy Spirit is guiding me. So to be constantly aware of the presence of the Holy Spirit. എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ്, ദൈവാത്മാവിലൂടെ ദൈവമനുഷ്യൻ ചെയ്യേണ്ടതുമാണ്. All the ministry comes from the Holy Spirit. All the ministry is being purposed by the Holy Spirit, and so it has to be carried out by the ministers who are called to carry out these ministries. ഇന്ന് അപ്പോസ്തലന്മാരുടെ കാലത്തെന്ന് വണ്ണം അതിശയകരമായ ദൈവപ്രവൃത്തി കുറഞ്ഞു പോയിട്ടില്ല. ഈ ആത്മശക്തിയുടെ പ്രവർത്തനത്തെ ചിലര് തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടേതുപോലുള്ള ദൈവപ്രവൃത്തിയുടെ പാത്രങ്ങളാകാതെ പല ശുശ്രൂഷകരും അവരായിരിക്കുന്ന പോലെ മാത്രമായി നിൽക്കുകയാണ്. അടുത്തൊരു ലെവലിലേക്ക് അവർ വളരുന്നില്ല. Perhaps we are feeling that we do not see the miracles and the great works that the Spirit worked in the first century. It is not being worked today. The reason is because the ministers have not realized the fullness of the Holy Spirit, the move of the Holy Spirit in their life. ഈ നമ്മളിൽ കിടക്കുന്ന ദൈവശക്തിയുടെ പ്രത്യേകത നമ്മൾ എന്നും അറിയുന്നത് നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ വൻ വിജയത്തിലെത്തിക്കും നമ്മളെ. So when we realize the power that the Lord has given us, then we will be able to be victorious in the ministry that the Lord has called us for. Hallelujah. Hallelujah. ഈ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം അതിന്റെ 11-ാം അധ്യായത്തില് അതിന്റെ 23, 24, 25 ഏരിയയിലെത്തുമ്പോൾ മോശയുടെ മേൽ നിന്ന് ദൈവം 70 പേരുടെ മേലേക്ക് ചൈതന്യം കൈമാറുന്ന ഒരു സെക്ഷൻ അവിടെയുണ്ട്. അങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ, ഒരു പകർച്ചയുടെ സെക്ഷൻ ദൈവം തന്നെ മോശയിൽ നിന്ന് എടുത്ത് 70 പേരുടെ മേലേക്ക് അയക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. So we read in the book of Numbers, chapter 11, verses 23 onwards, where the Lord is taking the spirit that was on Moses and imparting it on 70 other prophets. So reading from Numbers chapter 11, verse 23 onwards. And the Lord said to Moses, brother. And the Lord said to Moses, is the Lord's hand shortened? Now you shall see whether my word will come true for you or not. So Moses went out and told the people the words of the Lord, and he gathered 70 men of the elders of the people and placed them around the tent. Then the Lord came down in the cloud and spoke to him, and took some of the spirit that was on him and put it on the 70 elders. As soon as the spirit rested on them, they prophesied. Praise the Lord. 70 പേരും നന്നായിട്ട് പ്രവചിക്കാൻ തുടങ്ങി. All the 70 men began to prophesy in a great manner. ഈ വന്ന ദൈവ ചൈതന്യത്തിന് അഥവാ ദൈവത്തിന്റെ ഈ അവരുടെ മേൽ പകരപ്പെട്ട ദൈവ അഭിഷേകത്തിന് പ്രവചിക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. So they had a phase in which they could prophesy with the grace and the anointing that the Lord had given them. വാസ്തവത്തിൽ പ്രവചിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു അവരുടെ മേൽ ഈ അഭിഷേകം അയച്ചത്. In fact, the anointing was not just to prophesy. ഈ ഇവരുടെ മേലേക്ക് ഈ ദൈവത്തിന്റെ ചൈതന്യം മോശയിൽ നിന്ന് എടുത്ത് ദൈവം അവർക്ക് കൊടുക്കാനുള്ള കാരണം മോശയുടെ കൂടെ ശുശ്രൂഷ നന്നായി അധ്വാനിച്ച് ചെയ്യാനുള്ള ആ പരിജ്ഞാനത്തിനും ആ തീഷ്ണതയ്ക്കും വേണ്ടിയിട്ടായിരുന്നു വാസ്തവത്തിൽ അവരുടെ മേലേക്ക് ഈ അഭിഷേകം കൈമാറിയത്. The reason why the Spirit of God was taken from Moses and then imparted to the 70 men is that the Lord knew
that Moses needed support for his ministry with more determination and fervor, and that is the reason why the Spirit was imparted to the 70 men. ദൈവജനത്തിന് വേണ്ടി മോശയുടെ കൂടെ കൈകോർത്ത് അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അവരെ അഭിഷേകം ചെയ്തത്. The reason was that the 70 men could walk along with Moses and carry out the ministry of God to be in support of Moses. പക്ഷെ ഇതാ അവരുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ അവരെല്ലാം പ്രവചനാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി. So in the beginning of their ministry itself, they started to prophesy. അവിടെ അതിന് തൊട്ടു മുകളിലൊക്കെയായി പറയുന്ന ഒരു സംഭവം, ആ മോശയോട് പറയാണ് ദൈവം നിന്നെ സഹായിക്കാൻ, ശുശ്രൂഷയിൽ നിന്നോട് കൂടെ നീ ജനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പോലെ അവര് നിന്നോട് കൂടെ നന്നായിട്ട് അധ്വാനിക്കും, ഞാൻ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് തരാം എന്നൊക്കെയാണ് പറയുന്നത്. അവര് വന്ന് നിന്റെ കൂടെ നിന്ന് പ്രവചിക്കുമെന്നൊന്നും മോശയോട് ദൈവം പറയുന്ന പോലുമില്ല. The Lord had told Moses that he will be sending men to be a support for him in his ministry to carry out the service that Moses has been doing on. The Lord never told Moses that these men will be prophesying. പക്ഷേ ഇതാ നമ്മൾ അവിടെ കാണുന്നു അവരെല്ലാവരും പ്രവചിക്കുന്നതായി. But then we see that these 70 men prophesied. ഈ വന്ന അഭിഷേകം ഇവർക്ക് ശുശ്രൂഷ ചെയ്യാനും പറ്റും, ഇവർക്ക് നല്ല നിലയിൽ പ്രവചിക്കാനും പറ്റുന്ന അഭിഷേക ശുശ്രൂഷയാണ് അവർക്ക് കൈമാറ്റപ്പെട്ടത്. So the anointing that was imparted on them enabled them not just to carry out their ministry with power, but also to prophesy in a powerful manner. നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിനും നമ്മുടെ വിളിക്കനുസരിച്ച് മാത്രമല്ല ദൈവ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത്, അസാധാരണ നിലയിലുള്ള വെറൈറ്റി സെക്ഷനുകൾ നമ്മളിൽ കിടക്കുന്ന അഭിഷേകത്തിന് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ. In this particular episode, we get clarity even about the call that we have. We may be called for a particular ministry or a particular purpose, but then that particular anointing that we receive will be enabling us to carry out certain extraordinary, to manifest extraordinary charisms as well. Hallelujah. Hallelujah. പ്രിയമുള്ളവരെ, ഇതേ അഭിഷേകം പ്രാപിച്ച 70 പേരിൽ ഒരാളുടെ പേരാണ് കാലേബ്. So among the 70 men who received anointing, one of the person's name was Caleb. ഈ കാലേബിനെ കുറിച്ച് ഈ സംഖ്യാപുസ്തകം 14:24 പറയുന്നത് കാലേബിന്റെ മേൽ വന്ന ആ ദൈവ ചൈതന്യം വ്യത്യസ്തമായിരുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Verse chapter 14, verse 24. But my servant Caleb, because he has a different spirit and has fully and followed me fully, I will bring into the land into which he went. So we find that among the 70 men, there was a different anointing that was there on Caleb. അവരെല്ലാവരും 70 പേര് പ്രവചിച്ചു. ആ കൂട്ടത്തിൽ ഇദ്ദേഹവും പ്രവചിച്ചിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ദൈവം പ്രത്യേക നിലയിൽ ഇദ്ദേഹത്തിന്റെ മേൽ കിടന്ന അഭിഷേകം പ്രത്യേക നിലയിൽ ഇദ്ദേഹത്തെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കുവാൻ തുടങ്ങി. Caleb was among the 70 men who prophesied, but then we find that the Lord had given him a different spirit, so he was set apart for a different purpose and a different anointing and a different ministry. നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ വ്യത്യസ്തത അറിയുവാൻ തുടങ്ങിയാൽ നമ്മുടെ ശുശ്രൂഷ പദവി ഒരു ഉയർന്ന നിലയിലേക്ക് മാറ്റപ്പെടും. When we are able to see the difference that is there in the anointing that the Lord has given, the Lord will be raising us to greater heights in our ministry. Hallelujah. കുറച്ച് മിനിറ്റ് നമ്മൾ ഭാഷാവരത്തിൽ സ്തുതിക്കാൻ പോവുകയാണ്. ഈ സ്തുതിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടെന്ന് പറയട്ടെ. ഭാഷാവരത്തിൽ സ്തുതിക്കാനുള്ള വാക്കുകളുണ്ട്, ഭാഷാവരത്തിൽ പ്രവചിക്കാനുള്ള വാക്കുകളുമുണ്ട്. So now we will spend a few moments in praying in tongues. So I would like to say something, that is, there is praising in tongues and also prophesying in tongues. ഭാഷാവരത്തിൽ പലവിധ ശുശ്രൂഷകൾ ചെയ്യാം, പ്രവചിക്കാൻ പറ്റും, ഭാഷാവരം പറഞ്ഞുകൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ പറ്റും, ഭാഷാവരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും.
So there are so many graces that we get in the gift of tongues. One is praying and praising in tongues. The second one is prophesying in tongues. And then we can drive away and bring about deliverance from the evil one through our gift of tongues, and also pray to the Lord in secret through the gift of tongues. നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ പലവിധ ശുശ്രൂഷകളുടെ മുമ്പിൽ ഈ ഭാഷാവരങ്ങൾ തെളിഞ്ഞു വരും. അത് അതാത് ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് ദൈവാത്മാവിലൂടെ. So through the Holy Spirit, the gift of tongues will be working in different ways in the different ministries that the Lord is leading us into. പണ്ടൊരിക്കൽ ഞാൻ ഒരാളുടെ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വായിൽ ഒരു പുതിയ വാക്ക് വന്നു, ഹുബ്രുഹോക്കോ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേക്ക് ആ വ്യക്തിക്ക് സൗഖ്യത്തിലേക്ക് വരുവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ വന്ന വേട് സൗഖ്യത്തെ കൊണ്ടുവരുന്ന ശുശ്രൂഷയുടെ പദവിയിൽ അനായാസം ശുശ്രൂഷ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ആ ഭാഷാവരത്തിലൂടെ വെളിപ്പെട്ടതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി. Sometime back, when I was praying over a person, I got a new word in the gift of tongues. So when I was praying over that person, I realized, and as I was praying the gift of tongues, that particular person was getting healed. So I realized that new language that the Lord had given me was leading the particular person into healing. Amen. Amen. ഒരു 2002 ഞാൻ ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം എൻ്റെ വായിൽ ഒരു പുതിയ ഭാഷകൾ വാക്ക് വരുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ വാക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ ആ വ്യക്തിയുടെ മേൽ അന്യഭാഷകൾ വരുവാൻ തുടങ്ങി. So in 2002, when I was praying over a particular person, at that time, there was a new word that was coming in my mouth. So when I was praying that language in the gift of tongues, the particular person on whom I was praying received the gift of tongues. ഞാൻ ഇന്നും ആ പറഞ്ഞ വാക്ക്, ആ പദം എൻ്റെ ഹൃദയത്തിൽ എവിടെയോ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഹോറി ലബായ അലഗമറായ തോറിയ എന്ന പദമാണ് ഞാൻ പറയാനിടയായത്. Even today, I have the words that I spoke that day in the gift of tongues. It is there in my heart. ആ പറഞ്ഞതിന്റെ അർത്ഥം ബന്ധനങ്ങൾ അഴിഞ്ഞ്, നാവിൽ ബന്ധനങ്ങൾ അഴിഞ്ഞ് പുതിയ ഭാഷകൾ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അന്ന് ഞാൻ അത് വ്യാഖ്യാനിച്ച് മലയാളത്തിൽ പറയുകയും ചെയ്തിരുന്നു. The interpretation of the word that I received that day was, let the bondages that are there in the tongue be loosened and new languages be released. അപ്പോൾ തന്നെ അദ്ദേഹം ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. And at that moment, that person started praying in the gift of tongues. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളിൽ കിടക്കുന്ന ശുശ്രൂഷ പദവിയിൽ നിന്ന് വ്യത്യസ്തമായ ശുശ്രൂഷ രീതികളുണ്ട് എന്നെനിക്ക് ആ നാളിൽ വ്യക്തമായി. So at that moment, in that day, I realized there are different ways in which the ministry gets manifested. ഈ വിധത്തിൽ നിങ്ങളുടെ ശുശ്രൂഷകളെ നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. So we need to discern what are the different ways in which the ministry into which you are being led. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് പലവിധ മുഖങ്ങൾ പ്രകടമായി വരും. So when you start trying to discern the different aspects of your ministry, you will be able to see the different phases of the ministry into which the Lord is calling you. Hallelujah. Hallelujah. 2 Corinthians chapter 3 verse 17 ആണോ? നോക്കട്ടെ, ജസ്റ്റ് നോക്കട്ടെ. 18. Second letter of St. Paul to the Corinthians, chapter 3, verse 18. And we all with unveiled face, beholding the glory of the Lord, are being transformed into the same image from one degree of glory to another. For this comes from the Spirit, from the Lord who is the Spirit. ഈ വിധത്തിൽ നമ്മളെ തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയാൽ നമ്മൾ അഭിഷേകത്തിൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന വിധത്തിൽ
പരിശുദ്ധാത്മാവും നമ്മളെ പണിയുവാൻ തുടങ്ങും. So when we are able to discern the various aspects of the ministry, so we will be able to grow more and more in the anointing from glory to glory, and the Holy Spirit will be able to lead us. 2 തെസ്സലോനിക്ക 1:6 ഈശോ രണ്ടാമത് വരുന്നതിനെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അഗ്നിമയമായ ജ്വാലകളോട് കൂടി രണ്ടാമത് ആഗതനാകുന്നു. ഹല്ലേലൂയ. So we read in 2 Thessalonians chapter 1 verse 6, since indeed God considers it just to repay with affliction, brother, 2 Thessalonica 2 വേണമെങ്കിൽ വായിച്ചു. 2 തെസ്സലോനിക്ക ചാപ്റ്റർ 1 വേഴ്സ് 6. കർത്താവായ യേശു തന്റെ ശക്തരായ ദൂതന്മാരോട് കൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിന്റെ നീതിയാണ്. Since indeed God considers it just to repay with affliction those who afflict you, and to grant relief to you who are afflicted as well as to us, when the Lord Jesus is revealed from heaven with his mighty angels. സ്വർഗത്തിൽ നിന്ന് അഗ്നിയുടെ അഭിഷേകത്തിലാണ് യേശു രണ്ടാമത് വരാൻ പോകുന്നത്. So we see here the Saint Paul telling us that our Lord in his second coming will be coming with the anointing fire, in flaming fire. ഈ അഗ്നിയുടെ അഭിഷേകവുമായി യേശു വരുമ്പോൾ ഈ അഗ്നിയുള്ള എല്ലാവരും ജ്വലിക്കാൻ തുടങ്ങും. So when the Lord is coming in the flaming fire, all those who have received the anointing will start shining in that fire, will become a glow in that fire. ഹല്ലേലൂയ. Hallelujah. നമ്മൾ പ്രാപിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിൽ അഗ്നിയുടെ അഭിഷേകത്തിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. So the anointing that we are desiring from the Holy Spirit, there is a particular section on the anointing of the fire. ആ അഭിഷേകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മുതലാണ് വാസ്തവത്തിൽ നമ്മൾ ഭയങ്കര തീഷ്ണതയുള്ളവരായി തീരുന്നത്. So only when we enter into the anointing of the fire, we will be persons who are having greater fervor. പിന്നെ നമ്മൾ ചൂടുള്ളവരായിരിക്കും, എപ്പോഴും ചൂടുള്ളവരായിരിക്കും. So we will be persons who are on fire for the Lord. പിന്നെ നമ്മൾ തണുത്ത ഒരു ശുശ്രൂഷ ചെയ്യില്ല, ചൂടുള്ള ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങും. So we will not be doing a ministry that is cold, but a ministry that is on fire. Let's wind up this session. Thank the Lord. Loving Father, we praise and we thank you. We thank you for bringing us together. We thank you for Brother Joy. We thank you, Lord Jesus, for giving us this moment, Lord, for the anointing that we receive this night. Let your anointing stay with us throughout the night and throughout this month. Lord, give us the grace to glorify you in everything that we do. Lord, cover our homes with your precious blood. Build a wall of fire around us. Lord, we surrender all our family members. We surrender those whom we had sent the invite but then could not join this meeting. Touch them and give them the grace to join this meeting again. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and at the hour of our death. Amen. Let us say 3 glory bees. Glory be to the Glory Father, be to the Father, and to the Son, and to the Holy as it Spirit, was As it was in the beginning, is now, and ever shall be, world without end. Amen. Glory be to Glory the be Glory to be to the the Father, Father, and to the Son, and to the and to the Holy Holy Spirit, Spirit, as it as it was was as in it the was beginning, in is the now, and ever beginning, is shall be, now, world and without shall end. be, Amen. world without end. glory be to Glory Glory be to the Father, and to the and Son, and to the Holy to the Spirit, as Holy it was in the Spirit, beginning, is was now, in the and ever beginning, shall be, is now, world shall without be, end. world Amen. without end. Amen. praise the Lord. Praise Thank the you. Lord. Praise the Lord. Thank you.